വർദ്ധിച്ച ആവേശമാണ്. ഞാനിവിടെ ഇപ്പോൾ റിജിൽ മാക്കുട്ടിയുടെ വാർഡിലാണ് ഉള്ളത്. ഇവിടെയൊക്കെ ആവേശം നിറഞ്ഞ് തുളുമ്പുകയാണ്. കാരണം UDFിൻ്റെ ഒരു ട്രെൻഡ് സംസ്ഥാനത്ത് രൂപപ്പെട്ട് കഴിഞ്ഞു. ഈ കോർപ്പറേഷനിൽ വളരെ പ്രകടമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളൊക്കെ വൻ എണ്ണവുമായി കോർപ്പറേഷൻ UDF ഭരിക്കും, ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇവിടെ UDFിൻ്റെ തരംഗം സംസ്ഥാനത്തൊട്ടാകെ ആഞ്ഞു വീശുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ 10 വർഷത്തെ LDF ഭരണം ജനങ്ങളെ തീർത്തും മടുപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. UDFിൻ്റെ ഈ തരംഗം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പിലും തുടർന്ന് ഉണ്ടാവും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. UDF വ്യക്തമായ അജണ്ടയുമായി സംസ്ഥാനത്ത് ഇന്ന് വളരെ അധികം ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അടുത്ത ഭരണം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ശരി. അതുപോലെ ഇന്നിപ്പോൾ CM വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഈ ലീഗ് ജമാഅത്തെ ബന്ധത്തെക്കുറിച്ച് ഇന്നിപ്പോൾ വീണ്ടും CM സംസാരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വായ്ത്താരി പോയ ഒരേ ആയുധം എടുത്ത് വീശിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഒരേ ആയുധം. കാരണം എന്താ, അവരുടെ ചെയ്തികൾ അവരെ തന്നെ തിരിഞ്ഞു കുത്തുകയാണ്. അവരുടെ പതിറ്റാണ്ടുകളായ കൂട്ടുകാരാണ് അവർ. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം ആ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ കാലങ്ങളിലെ പോസ്റ്ററും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിങ്സും ഒക്കെ ഇവിടെ കിടക്കുകയാണ്. അവരുടെ പഴയ ബന്ധം അവിടെ കിടക്കുമ്പോൾ അത് എടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ UDF ആയി മത്സരിക്കുന്നു. UDF ആയി മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുകയും ചെയ്യും. ഞാൻ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞു. LDFിൻ്റെ പതിറ്റാണ്ടുകളായുള്ള ബന്ധം മറക്കാൻ വേണ്ടി അവർക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അതും പറഞ്ഞ് നടക്കുകയാണ്. ഇതൊരു തങ്ങളുടെ മകളുടെ ഒരു പരാമർശം